നമ്മൾ ഒരാൾ വലിയ ആൾ ഇരുന്ന് കഴിഞ്ഞാൽ വീണ്ടും 2 വലിയ ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു വലിയ ആൾ 2 കുട്ടികൾക്കൊക്കെ ഇരിക്കാനുള്ള അത്രയും വലിയൊരു സീറ്റാണ്. വളരെ സുഖമായിട്ടിരിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞില്ല ഓർഗനൈസർ. ഇത് വളരെ സുഖമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് വണ്ടിക്കകത്ത് നിന്ന് എടുത്ത് കൊണ്ടുപോകാൻ വീട്ടിനകത്തോട്ട്. 3 കൊല്ലത്തിനുള്ളിൽ തന്നെ 30,000. ഇപ്പോൾ ആദ്യത്തെ കൊല്ലം തന്നെ 30,000 ഓടിച്ചാൽ വെഹിക്കിൾ വാറണ്ടി കഴിഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വെഹിക്കിൾ വാറണ്ടി കഴിഞ്ഞ് നമുക്ക് എന്ത് കംപ്ലയിൻറ്റ് വന്നാലും സ്വാഭാവികമായിട്ട് നമ്മുടെ നിന്ന് കാശിറങ്ങും. അത് എന്തൊരു സാധനമാണെങ്കിൽ പോലും. അപ്പോൾ പുറകിലിരിക്കുന്ന ആൾക്ക് നല്ല സുഖമായിട്ട് ചാരിയിരിക്കാം, പുറകോട്ട് വീഴും എന്നുള്ളൊരു പേടി വേണ്ട. അങ്ങനെ ആവശ്യമില്ലാത്തതായിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ആവശ്യമില്ലാത്തത് മേ ബി ഇൻ ദ സെൻസ് ഞാൻ പറഞ്ഞത് അലക്സ സപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ ആരെ യൂസ് ചെയ്യണം എന്നുള്ള എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ കഴിഞ്ഞ മാസം എൻ്റെ ബെൽറ്റ് പൊട്ടിപ്പോൾ ഏകദേശം 3600 കൊടുത്തിട്ട് റീപ്ലേസ് ചെയ്തത്. ഇപ്പോൾ ബെൽറ്റിൻ്റെ കോസ്റ്റ് കുറച്ചിട്ടുണ്ട്. ബെൽറ്റ് ലേബറും എല്ലാം അടക്കം 2030 രൂപ വരുന്നുള്ളൂ. ഇത് ഇത്രയും വില കൊടുത്ത് ഈ ഒരു വാഹനം വാങ്ങുമ്പോൾ ഇതിലൊരു ടച്ച് സ്ക്രീൻ കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇവിടെ ആയിട്ട് ഇതിൻ്റെ ചാർജിങ്ങിനായിട്ടുള്ള ഒരു കവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇതെന്ന് വെച്ചാൽ നമ്മുടെ USB പോർട്ട് ഡിഫോൾട്ടായിട്ട് വരുന്നില്ല. പകരം USB ഒരു ആക്സസറി ആയിട്ടാണ് അത് ഇവിടെയാണ് കണക്ട് ചെയ്യുക. ജോയ്സ്റ്റിക്ക് കാണുന്നുണ്ട്. കാരണം ഇത് ടച്ച് സ്ക്രീൻ അല്ല, അതുകൊണ്ട് ജോയ്സ്റ്റിക്ക് വെച്ചിട്ടാണ് കൺട്രോൾ ചെയ്യുക. അത്യാവശ്യം നല്ല വീതിയുള്ള ഫ്ലോർ ബോർഡാണ്. ഗ്യാസ് സിലിണ്ടർ ഇരിക്കും, അതിൽ യാതൊരു സംശയമില്ല. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് നദീം ലത്തീഫ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഈതറിൻ്റെ ഏറ്റവും പുതിയ വാഹനമായിട്ടുള്ള ഈതർ റിസ്റ്റയാണ്. നമ്മൾ പലരും ഒരുപാട് ആകാംക്ഷയോടുകൂടെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരുന്നൊരു വാഹനമാണ് ഈതർ റിസ്റ്റ. കാരണം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോപ്പറായിട്ടൊരു ഫാമിലി സ്കൂട്ടർ എന്നുള്ള രീതിയിലാണ് ഈതർ ഇറക്കുന്നത്. അതായത് ഫാമിലി യൂസേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട്. ഇതിന് മുമ്പ് നമുക്കറിയേണ്ടായിരുന്ന വാഹനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിരുന്നതെന്നല്ല, ഇപ്പോഴുള്ള വാഹനങ്ങൾ 450X 450 അപ്പെക്സ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് സ്ലീക്കായിട്ടുള്ള സ്പോർട്ടി ആയിട്ടുള്ള വാഹനങ്ങളാണ്. അത്യാവശ്യം യങ്സ്റ്റേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള വാഹനങ്ങളാണ്. അപ്പോൾ അത് ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകളുണ്ട്, ഫാമിലി ആയിട്ടുള്ളവരാണെങ്കിലും പ്രായമായിട്ടുള്ളവരൊക്കെ ആണെങ്കിലും. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ക ഫാമിലി സ്കൂട്ടറാണ്. അപ്പോൾ ഞാൻ ഒരു ഡിസ്ക്ലെയിമർ പറയട്ടെ, ഈ വീഡിയോയിൽ എന്തായാലും പലയിടത്തും ഫാമിലി സ്കൂട്ടർ എന്നുള്ള ഒരു ടേം യൂസ് ചെയ്യുന്നുണ്ടാവും. അതിനുള്ള റീസണുകൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ മുതിർന്ന ആളുകൾക്കാണെങ്കിലും ലേഡീസിനൊക്കെ ആണെങ്കിലും ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിലും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരുപാട് ഫീച്ചേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഡിസൈനിലൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ടാണ് ഈ ഒരു വാഹനം ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈതർ റിസ്റ്റയുടെ ഒരു ഫിസിക്കൽ ഓവർവ്യൂ, പിന്നെ അതുപോലെ തന്നെ ഇത് ഓടിച്ചിട്ടുള്ള എൻ്റെ ഒരു ചെറിയ അനുഭവം കാര്യങ്ങൾ ഒക്കെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈതർ റിസ്റ്റയുടെ ഒരു ഫിസിക്കൽ ഓവർവ്യൂ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് നോക്കിയിട്ട് ഡിസൈൻ വൈസ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് സെക്ഷനിൽ എഴുതിയേക്ക്. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. പേഴ്സണലി ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, ഒരു TVS iQube എടുത്ത് മോഡിഫൈ ചെയ്ത ഒരു രൂപം പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഡെഫിനറ്റ്ലി എൻ്റെ ഒരു ടേസ്റ്റ് അല്ല ഈ ഒരു ഡിസൈൻ. ഇത് കുറച്ചുകൂടെ പ്രായമായിട്ടുള്ള ആളുകൾക്ക് പറ്റുന്ന ഒരു വളരെ ഓർഡിനറി ആയിട്ടുള്ളൊരു ബോക്സി ഡിസൈനാണ്. അപ്പോൾ iQube പോലെ തന്നെയുള്ള ഹെഡ് ലാമ്പും അതുപോലെ തന്നെ ടെയിൽ ലാമ്പും പിന്നെ പാനലുകൾ പലതും ആ ഒരു ഷേപ്പൊക്കെ തന്നെ എനിക്ക് തോന്നിയത്. അപ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് നിവർത്തിയിട്ടുണ്ട് എന്നുള്ളൊരു ഡിഫറൻസേ ഉള്ളൂ. പിന്നെ ഈ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പലർക്ക് പല അഭിപ്രായവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഓവർവ്യൂ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബോക്സി ആയിട്ടുള്ളൊരു വാഹനമാണ്. നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള 450 സീരീസ് പോലെ സ്ലീക്കല്ല, കുറച്ചുകൂടെ വീതി കൂടി കുറച്ചുകൂടെ നീട്ടമൊക്കെ ഉള്ള ഒരു ഫാമിലിക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന വാഹനം. ഫാമിലി എന്ന് പറയുമ്പോൾ മേ ബി ഒരു അച്ഛൻ, ഒരമ്മ, മേ ബി ഒരു കൊച്ച് അല്ലെങ്കിൽ 2 കുട്ടികൾക്കൊക്കെ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേർക്കൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുന്നതാണ് ലീഗൽ. പിന്നെ കുട്ടികളെ കൊണ്ട് പോകുന്നതിന് കുറച്ച് എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട്. ബട്ട് കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ എന്തായാലും ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ ധരിപ്പിക്കാം. അപ്പോൾ നമ്മളിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് നമുക്ക് മിറർ കാണാം. നമ്മുടെ ഇപ്പോൾ ഉള്ള വണ്ടിയുടെ ഏകദേശം സെയിം മിററൊക്കെയാണ്. അത്യാവശ്യം നല്ല വിസിബിലിറ്റിയുള്ള വൈഡ് മിററാണ്. പക്ഷേ അതിൻ്റെ ലെഗ് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളൊരു പോസിറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, കണ്ടോ, കണക്ടർ കാര്യങ്ങൾ നമ്മൾ സാധാരണ സ്കൂട്ടറുകളിൽ മിറർ പിടിപ്പിക്കുന്ന പോലെ തന്നെയാണ് ഇതിലും സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് മാറ്റി വേറൊരു മിറർ വേണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കത് സിമ്പിളായിട്ട് വെക്കാൻ സാധിക്കും. പഴയ വാഹനത്തിൽ നമുക്ക് ഇവിടെ ആയിട്ട് ബോൾട്ട് ചെയ്തിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. അത്യാവശ്യം നല്ല വിസിബിലിറ്റി തരുന്ന മിററാണ്. സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹാൻഡിൽ ഗ്രിപ്പ് കാണാം. നല്ല ക്വാളിറ്റിയുള്ള ഗ്രിപ്പാണ്, റബ്ബറൈസ്ഡ് ആണ്. ഒരുപാട് സോഫ്റ്റ് അല്ല, ഒരുപാട് ഹാർഡല്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു ഗാർഡും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വണ്ടി സൈഡ് കഴിഞ്ഞ് വീഴുകയാണെങ്കിൽ നമ്മുടെ ആക്സിലറേറ്റർ തിരിയാതിരിക്കാനായിട്ട്. ഇതിനൊരു കുറച്ചുകൂടെ സ്പോർട്ടി ആയിട്ടൊരു ലുക്കും കൊടുക്കുന്നുണ്ട്. നമുക്കൊരു എന്താ പറയുക, ബൈക്കൊക്കെ ഓടിക്കുമ്പോൾ ഉള്ള പോലത്തെ ഹാൻഡിൽ ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും ഈ സൈഡിൽ ഇത് കാണുമ്പോൾ ഒരു ബൈക്ക് ഓടിക്കുന്നൊരു ഫീലൊക്കെയാണ്. പിന്നെ നമ്മുടെ ബ്രേക്ക് ലിവർ കാണാം. ഇപ്പോൾ ഇവിടെ ഒരു നോച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പഴയ വണ്ടിയിൽ പലതിലും നോച്ചില്ല. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ മേ ബി വണ്ടി എവിടെയെങ്കിലും വീഴുന്ന ടൈമിലാണെങ്കിൽ ഈ ബ്രേക്ക് ലിവർ ബെൻഡ് ആവുന്നതിന് വരെ ഈ നോച്ചിൻ്റെ ഇവിടെ വെച്ചായിരിക്കും മിക്കവാറും ഓടിക്കുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പോർഷൻ വെച്ചിട്ട് വണ്ടി നാവിഗേറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടിയാണ് ഈ നോച്ച് ഇടുക. ഈ നോച്ച് ഇല്ല എങ്കിൽ മേ ബി നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വെച്ച് ബ്രേക്കായി പോയാൽ വണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ബെൻഡായി പോകും. അപ്പോൾ അതാണ് ഒരു ഡിസൈൻ എലമെൻറ്റ് വരുന്നത്.
പിന്നെ അത് ആ ഫ്രണ്ടിലെ വിൻഷീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ വാഹനത്തിൽ യൂസ് ചെയ്തിരിക്കുന്ന സെയിം മെറ്റീരിയലാണ്. ഇതൊരു ടൈപ്പ് ഗ്ലാസ് കം പ്ലാസ്റ്റിക് എന്നൊക്കെ പറയാം. പ്ലാസ്റ്റിക് ആണ്, ബട്ട് ഒരു ഗ്ലാസ് പോലത്തെ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഇതിൽ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് സ്ക്രാച്ച് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് എടുക്കുന്നവരാണെങ്കിൽ ഒരു ഫിലിം ഒട്ടിച്ച് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് കളർ പാനൽ. ഇതിപ്പോൾ എന്ന് വെച്ചാൽ വൈറ്റും യെല്ലോയും കൂടെ കളറിൽ വരുന്ന ഡിസൈനാണ്. ഇതല്ലാതെ ഒരുപാട് കളർ ചേഞ്ചസ് നമുക്ക് വരുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ആ മാറ്റ് നേവി ബ്ലൂ കളറാണ്. അപ്പോൾ അതാ ഇവിടെ കുറച്ച് ഡിസൈൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ നമ്പർ പ്ലേറ്റ് ഹോൾഡർ വരാം. താഴെ ഈതറിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പുതിയ ഈതറിൻ്റെ ലോഗോ ഒക്കെയാണ്. ഈ ഒരു സ്ട്രിപ്പായിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഹെഡ് ലാമ്പും ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ വരുന്നത്. DRL കാര്യങ്ങളൊക്കെ ഉണ്ട് ബോഡിയിൽ തന്നെയാണ്. iQube കണ്ട ഒരു സിമിലാരിറ്റി എനിക്കിവിടെ തോന്നുന്നുണ്ട്. താഴേക്ക് വരുമ്പോൾ ഇവിടെ ഈ ബ്ലാക്ക് കളർ പാനൽസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 സ്ക്രൂ ഒക്കെ കാണാം. ഡ്യുവൽ ടെലസ്കോപ്പിക് സസ്പെൻഷൻ നമ്മുടെ വാഹനത്തിൽ വരുന്നുണ്ട്. പഴയ വാഹനത്തിലെ പോലെ പൊങ്ങിയിരിക്കുന്ന മഡ് ഗാർഡല്ല, നോർമലി സ്കൂട്ടേഴ്സിൽ വരുന്ന പോലെ താഴ്ന്നിരിക്കുന്ന മഡ് ഗാർഡാണ്. അതുകൊണ്ട് കാര്യമായിട്ട് ചെളിയൊന്നും അടിക്കുമെന്ന് തോന്നുന്നില്ല. ഇവിടെ ആയിട്ട് നമുക്ക് റിഫ്ലക്ടർ കാര്യങ്ങൾ കാണാം. പിന്നെ 12 ഇഞ്ചിൻ്റെ അലോയ് വീൽ നമുക്ക് വരുന്നുണ്ട്. ഫ്രണ്ടിൽ MRF സാപ്പറൻ 90/90/12 സെക്ഷൻ ടയേഴ്സാണ് വരുന്നത്. വേറെ പിന്നെ നമ്മുടെ ഇവിടെ നമുക്കായിട്ട് നമ്മുടെ എയർ ഫില്ലിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അത്രയൊക്കെയാണ് ഫ്രണ്ടിലെ ഒരു ഡിസൈൻ കാര്യങ്ങൾ. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ആയിട്ട് നമ്മുടെ ഡിസ്ക് കാണാം. ഫ്രണ്ടിൽ ഡിസ്ക്കാണ്, ബാക്കിൽ ഡ്രമ്മാണ്, ഇവിടെ റിഫ്ലക്ടർ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വാഹനത്തിൽ ആൻറ്റി സ്കിഡ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ബേസിക്കലി ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. അതിൻ്റെ സെൻസർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതൊക്കെയാണ് ഈ ഒരു സൈഡിലെ ഒരു വിശേഷങ്ങൾ കാര്യങ്ങൾ. കോംബി ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് ഈ ഒരു ബ്രേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ബ്രേക്ക് ചെറുതായിട്ട് ഓട്ടോമാറ്റിക്കലി അപ്ലൈ ആവും. അതൊക്കെയാണ് ഫ്രണ്ടിലെ ആ ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെ. ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞു ബോക്സി ആയിട്ടുള്ള ഡിസൈൻ നമ്മുടെ വണ്ടിയിൽ വരുന്നതിന് കുറച്ച് ഒരു നോർമലായിട്ടുള്ള ഡിസൈൻ, മറ്റേത് കുറച്ചുകൂടെ ഷാർപ്പായിട്ടുള്ള ഡിസൈനായിരുന്നു. അപ്പോൾ ഇവിടെ ആയിട്ട് ഇതിൻ്റെ സൈഡ് സ്റ്റാൻഡ് കാണാം. പഴയ അതേ സൈഡ് സ്റ്റാൻഡാണ്, നല്ല ക്വാളിറ്റിയിലുള്ള സൈഡ് സ്റ്റാൻഡാണ്. ഫ്ലോർ ബോർഡ് കണ്ടോ, അത്യാവശ്യം നല്ല വീതിയുള്ള ഫ്ലോർ ബോർഡാണ്. ഗ്യാസ് സിലിണ്ടർ ഇരിക്കും, അതിൽ യാതൊരു സംശയമില്ല. ആ ഒരു ഫ്ലോർ ബോർഡിനോട് ചേർന്ന് തന്നെയാണ് പിലിയൻ ഫുഡ് റെസ്റ്റ് വരുന്നത്. പഴയ വാഹനത്തിലെ പോലെ കുറച്ച് ഡിസൈനിൽ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഇത് ആക്സസറി ആയിട്ട് വരുന്ന വൺ സൈഡ് ഫുഡ് സ്റ്റെപ്പാണ്. ഇത് ഏകദേശം 10,000-2,000 രൂപയ്ക്ക് മേലെ വില വരുന്നുണ്ട്. അത് ആക്സസറിയാണ്, അത് നമ്മൾ സെപ്പറേറ്റ് കാശ് കൊടുത്ത് പർച്ചേസ് ചെയ്യണം. പിന്നെ സൈഡിലേക്ക് നമുക്ക് കാര്യമായിട്ടൊന്നും കാണാൻ പറ്റില്ല, സ്വിംഗ് ആം കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല, കംപ്ലീറ്റ്ലി കവർ ചെയ്തേക്കാണ്. ഇനി സൈഡിലെ പാനലുകളിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ എല്ലാം നമ്മുടെ വണ്ടിയിലുള്ള പോലെ തന്നെ ആ ഒരു ബ്ലാക്ക് കളർ ഫൈബർ പാനലാണ് വരുന്നത്. ഇവിടെ നമ്മുടെ യെല്ലോ കളർ പാനൽ റിസ്റ്റ Z എന്നുള്ള ലോഗോ കൊടുത്തിട്ടുണ്ട്. കാരണം Z അല്ലാതെ S ഉണ്ട്, 2 വേരിയൻറ്റുകളാണുള്ളത്. ജസ്റ്റ് ഇവിടെയും കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ആയിട്ട് നമുക്കിതിൻ്റെ ഡിം ആൻഡ് ബ്രൈറ്റ് സ്വിച്ച് കാണാം, ജോയ്സ്റ്റിക്ക് കാണുന്നുണ്ട്. കാരണം ഇത് ടച്ച് സ്ക്രീൻ അല്ല, അതുകൊണ്ട് ജോയ്സ്റ്റിക്ക് വെച്ചിട്ടാണ് കൺട്രോൾ ചെയ്യുക. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ്, ഹോണ് കാര്യങ്ങൾ വരുന്നുണ്ട്. റിവേഴ്സിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്വിച്ച്, മോഡ് മാറ്റാനുള്ള സ്വിച്ചും പവർ ബട്ടണും വരുന്നുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടാണ് കീ ഹോള് വരുന്നത്. കീയുടെ ഷേപ്പിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. ഇവിടെ ആയിട്ട് പഴയതുപോലെ ഒരു ഹുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചാർജിങ് പോർട്ട് വരുന്നത് ഇവിടെയാണ്. ഇവിടെ നമുക്ക് ഫാസ്റ്റ് ചാർജിങ്ങും ചെയ്യാം, സ്ലോ ചാർജിങ്ങും എല്ലാം സെയിം പോർട്ടാണ്. ഇവിടെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയതുപോലെ അല്ല, ഒരു സ്പ്രിങ് ആക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്താലും അത് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആയിക്കോളും. പിന്നെ ഒരു ചേഞ്ച് ഉള്ളതെന്ന് വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് പുതിയൊരു ഹുക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു 3 കിലോളം തൂക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫാമിലി സ്കൂട്ടർ എന്നുള്ള രീതിയിൽ പ്രാക്ടിക്കാലിറ്റിക്ക് ഒരുപാട് പ്രയോറിറ്റി ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. 1, 2 ഹുക്കുകൾ, വൈഡായിട്ടുള്ള ഫ്ലോർ ബോർഡ്. ഇനി വാഹനത്തിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ സീറ്റ് തന്നെയാണ്. ഈ സീറ്റ് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര വലിപ്പം തോന്നില്ല എങ്കിലും ഒരു ഫാമിലിക്ക് സുഖമായിട്ടിരിക്കാം. അറ്റ്ലീസ്റ്റ് 2 അഡൾട്ട് ഒരു കുട്ടിക്ക് എന്തായാലും സുഖമായിട്ടിരിക്കാൻ പറ്റും. അത്രയ്ക്ക് വിശാലമായിട്ടുള്ള സീറ്റാണ്. ഇത്രയും വലിയൊരു സീറ്റ് ഞാൻ വേറൊരു സ്കൂട്ടറിൽ കണ്ടിട്ടില്ല. എസ്പെഷ്യലി ഇലക്ട്രിക് ആണെങ്കിലും IC ആണെങ്കിലും കണ്ടിട്ടില്ല. സീറ്റിൻ്റെ എൻഡിലായിട്ട് ഇതുപോലൊരു കട്ടിങ് കൊടുത്ത് ഒരു പോർഷൻ കൊടുത്തിട്ട്, അതായത് സീറ്റ് ഇങ്ങനെ നമുക്ക് പിടിച്ച് പൊക്കാനും താഴത്താനൊക്കെ ആയിട്ട് അതും നല്ലപോലെ ചിന്തിച്ച് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അത് നല്ലതാണ്. പിന്നെ നമ്മുടെ ഗ്രാബ് റെയിൽ ഷേപ്പ് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. നല്ല അടിപൊളി മെറ്റാലിക് ഗ്രാബ് റെയിലാണ്, നല്ല ക്വാളിറ്റി ഉള്ളത്. അതുപോലെ തന്നെ ഒരു ബാക്ക് റെസ്റ്റും വന്നിട്ടുണ്ട്. അപ്പോൾ പുറകിലിരിക്കുന്ന ആൾക്ക് നല്ല സുഖമായിട്ട് ചാരിയിരിക്കാം, പുറകോട്ട് വീഴും എന്നുള്ളൊരു പേടി വേണ്ട. ഈ ഒരു സംഭവം ഉള്ളത് നമ്മുടെ ടോപ്പ് എൻഡിലും ബേസ് മോഡലിലുമാണ്. അതായത് റിസ്റ്റ Z മാത്രമാണ് ഇത് വരിക. ബേസ് മോഡലായിട്ടുള്ള S നമുക്കിത് വരില്ല. ഇത് സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇപ്പോൾ അതിൻ്റെ ഡീറ്റെയിലുകളൊന്നും വന്നിട്ടില്ല. ഇനിയിപ്പോൾ ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒറ്റൊരു സിംഗിൾ LED സ്ട്രിപ്പായിട്ടാണ് ഇൻഡിക്കേറ്ററും ടെയിൽ ലാമ്പൊക്കെ കൊടുത്തേക്കുന്നത്. ഏതറിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ റിഫ്ലക്ടർ,
നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് സ്വിങ്ങാമ് കാര്യങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. മൊത്തത്തിൽ വെൽ കവേർഡായിട്ട് കൊടുത്തിരിക്കുന്നത്. ടയർ MRFൻ്റെ 180/12 ടയേഴ്സാണ്. അതിൽ വലിയ മാറ്റമൊന്നുമില്ല. ബട്ട് ബാക്കിൽ ഡിസ്കില്ല, ഡ്രം ബ്രേക്കാണുള്ളത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഹൈലൈറ്റായിട്ട് പറയേണ്ടത് ബാക്കിലെ ടയർ സ്കിഡാവില്ല. ട്രാക്ഷൻ കൺട്രോൾ ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ഫിസിക്കലായിട്ടുള്ളൊരു ഓവർവ്യൂ, പുറമേ നിന്ന് കാണുന്ന കാര്യങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് ഇടാം. പേഴ്സണലി എനിക്ക് ഈ പറയുന്ന പോലെ ഡിസൈൻ വൈസ് അത്ര ഇഷ്ടപ്പെട്ടില്ല എങ്കിലും പ്രാക്ടിക്കാലിറ്റിക്ക് ഒരുപാട് പ്രയോറിറ്റി കൊടുത്തിട്ടാണ് ഏതൊരു ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ സീറ്റ് ഡ്യുവൽ ടോണാണ് കേട്ടോ വരുന്നത്. ജസ്റ്റ് ഇതിൻ്റെ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. 34 ലിറ്ററിൻ്റെ മാസീവായിട്ടുള്ള ബൂട്ട് സ്പേസ് ആണ്. ഇവിടെ നമുക്കൊരു ചെറിയൊരു സ്റ്റോറേജ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. വണ്ടിയുടെ VAN നമ്പർ കാണാം. ഇതുപോലെയുള്ള ഹാഫ് ഫേസ് 2 ഹെൽമെറ്റ് വേണമെങ്കിൽ വെക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഹെൽമെറ്റ്, ചാർജർ, ഇഷ്ടംപോലെ സാധനങ്ങൾ നമുക്ക് ഇതിനകത്ത് വെക്കാം. ഇത് കണ്ടോ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസർ. ഇത് ഏതൊരു പുതിയതായിട്ട് കൊടുക്കുന്ന ആക്സസറിയാണ് ഒരു ഓർഗനൈസർ. ഒരു ബിഗ് ഷോപ്പർ എന്നൊക്കെ പറയാം. അതിൽ ഒരുപാട് സ്റ്റോറേജ് പോക്കറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളിതിനകത്ത് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഈ 2 വള്ളിയിൽ പിടിച്ച് പൊക്കിക്കഴിഞ്ഞാൽ നമുക്കത് എടുത്തുകൊണ്ട് പോകാം. അതുപോലെ തന്നെ ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഇതിൻ്റെ ചാർജിങ്ങിനായിട്ടുള്ള ഒരു കവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇതെന്ന് വെച്ചാൽ നമ്മുടെ USB പോർട്ട് ഡിഫോൾട്ടായിട്ട് വരുന്നില്ല. പകരം USB ഒരു ആക്സസറി ആയിട്ടാണ്. അത് ഇവിടെയാണ് കണക്ട് ചെയ്യുക. അത് വെച്ചിട്ട് നമുക്ക് ഫോണ്, ലാപ്ടോപ്പ്, അതുപോലെ തന്നെ ഈതർ ഹാലോ ഒക്കെ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഞാൻ പറഞ്ഞില്ല ഓർഗനൈസർ. ഇത് വളരെ സുഖമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് വണ്ടിക്കകത്ത് നിന്ന് എടുത്ത് കൊണ്ടുപോകാം വീട്ടിനകത്തോട്ട്. അപ്പോൾ വണ്ടിക്കകത്ത് കാര്യമായിട്ട് ചപ്പ് ചവറ് കാര്യങ്ങളൊന്നും വരില്ല. പക്ഷേ ഈ വണ്ടിക്കകത്ത് കിടപ്പുണ്ട്. അത് പിള്ളേരുടെ പണിയാണ്. അപ്പോൾ നല്ലൊരു ബൂട്ട് സ്പേസ് ഈ ഒരു വാഹനത്തിൽ അവർ കൊടുത്തിട്ടുണ്ട്. 34 ലിറ്റർ ഉണ്ട്. ഇത് കൂടാതെ ഇതിൻ്റെ ഫ്രങ്ക് നമ്മൾ വെക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 22 ലിറ്ററിൻ്റെ സ്റ്റോറേജ് കൂടെ വരും. സോ 56 ലിറ്ററിൻ്റെ ഒരു സ്റ്റോറേജ് ഓപ്ഷൻ വരും. അത്രയും വലിയൊരു സ്റ്റോറേജ് ഓപ്ഷനുള്ളൊരു സ്കൂട്ടർ വേറെ ഇല്ല. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫാമിലിക്ക് ഒരു അച്ഛനമ്മ 2 കുട്ടികളൊക്കെ ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന വിശാലമായിട്ടുള്ള സീറ്റ് ഉണ്ട്. എന്തെങ്കിലും സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്താൽ ബൂട്ടിനകത്താണെങ്കിലും ഫ്ലോർ ബോർഡിലാണെങ്കിലും ഫ്രങ്കിനകത്താണെങ്കിലും വെക്കാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. 2 ഹുക്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സേഫ്റ്റി എന്ന് പറയുന്നത് ആൻറ്റി സ്കിഡാണ്. അതായത് ട്രാക്ഷൻ കൺട്രോൾ. നമ്മൾ വാഹനം സ്ലിപ്പറി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചരൽ, ചെളിയൊക്കെ ഉള്ള സിറ്റുവേഷനുകൾ വരുമ്പോൾ നമ്മുടെ ബാക്ക് ടയർ സ്കിഡ് ആവില്ല. അപ്പോൾ സുഖമായിട്ട് വലിയ ഇഷ്യൂസ് ഇല്ലാതെ യാത്ര ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഏതർ റിസ്റ്റയുടെ ഒരു ഫിസിക്കൽ ഓവർവ്യൂ ഗൈസ്. അപ്പോൾ ഇതാണ് ഏതർ റിസ്റ്റയുടെ ഒരു ഡാഷ്ബോർഡ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡാഷ്ബോർഡാണ്. ഓവറായിട്ട് തീമും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അതിൽ നമുക്ക് സൈഡ് സ്റ്റാൻഡിൻ്റെ ഇൻഡിക്കേറ്റർ കാണാം. മോട്ടർ ഓൺ ആണോ ഓഫ് ആണോ എന്നുള്ളത് കാണാൻ സാധിക്കും. പിന്നെ സ്കിഡ് കൺട്രോളിൻ്റെ ഓപ്ഷൻ അവിടെ ആക്ടിവേറ്റഡ് ആണെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. ബ്ലൂടൂത്തിൻ്റെ നമുക്കിവിടെ ഇൻഡിക്കേഷൻ കാണാം. അതുപോലെ തന്നെ സിഗ്നൽ, ടൈം, റേഞ്ച് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഓഡോമീറ്റർ കാണാം. മോഡ് കാണാൻ സാധിക്കും. 2 മോഡാണുള്ളത്, സിപ്പും അതുപോലെ തന്നെ സ്മാർട്ട് എക്കോയും. പിന്നെ ഈ ഒരു ജോയ്സ്റ്റിക്ക് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഒരുപാട് ഫീച്ചറുകൾ ഈ ഒരു വാഹനത്തിലുണ്ട്. നമുക്ക് ഡാഷ്ബോർഡിൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ കാണാം. ഇത് കൂടാതെ കണ്ടോ മാജിക് ട്വിസ്റ്റ്, അതുപോലെ കോസ്റ്റിംഗ് റീജൻ, ഓട്ടോ ഹോൾഡ്, സ്കിഡ് കൺട്രോൾ, ഇങ്ങനെയുള്ള സകലമാന കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ വരുന്നത്. ഓട്ടത്തിലാണെങ്കിൽ പോലും വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ്. ഒരുപാട് ഓവറാക്കി ചളവാക്കിയിട്ടൊന്നുമില്ല. ജസ്റ്റ് വണ്ടി നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കണ്ടോ ഇവിടെ ആയിട്ട് ആ സ്പീഡ് കാണിക്കും. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡാഷ്ബോർഡാണ്. എന്നാലും ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നാവിഗേഷനിൽ നമുക്ക് ലൊക്കേഷൻ സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. പകരം നമുക്ക് ഡീഫോൾട്ടായിട്ട് എവിടെയൊക്കെ ചാർജർ ഉണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കും. ആപ്പിൽ നിന്ന് ലൊക്കേഷൻ സെൻഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ സേവ് ചെയ്ത ലൊക്കേഷൻ, നമ്മുടെ വീട്, ഓഫീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ടൈപ്പ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഇല്ല. അതുണ്ടെങ്കിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു ജോയ്സ്റ്റിക്ക് വെച്ച് ഓരോ ആൽഫബറ്റും നമ്മൾ ടൈപ്പ് ചെയ്ത് വരാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ എനിക്കിതിലൊരു നെഗറ്റിവിറ്റി ആയിട്ട് തോന്നിയത് ഇത്രയും വില കൊടുത്ത് ഈ ഒരു വാഹനം വാങ്ങുമ്പോൾ ഇതിലൊരു ടച്ച് സ്ക്രീൻ കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോൾ നമ്മൾ ഏതർ റിസ്റ്റയുടെ ഒരു ഫിസിക്കൽ ഓവർവ്യൂ കണ്ടു. ജസ്റ്റ് ആ ഡാഷ്ബോർഡ് ഒന്ന് ഓടിച്ചിട്ട് കണ്ടു. അതുപോലെ തന്നെ ബൂട്ടിനകവും കാര്യങ്ങളൊക്കെ കണ്ടു. ഫിസിക്കലായിട്ട് എന്തൊക്കെ പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതിനൊക്കെ പറ്റി സംസാരിച്ചു. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒരു വാഹനത്തിനെ, ഇലക്ട്രിക് വാഹനത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സ്പെക്സ്. അപ്പോൾ ഏതർ റിസ്റ്റയുടെ റേഞ്ചിനെ പറ്റിയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു 3 വേരിയൻറ്റുകളാണ് നമുക്ക് വരുന്നത്. അതായത് എസ്, അതുപോലെ തന്നെ സെഡിൽ 2 എണ്ണം. ഇപ്പോൾ 2 ബാറ്ററി കപ്പാസിറ്റീസ് വരുന്നുണ്ട്. 2.9 kWh വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു
3.7 kWh വരുന്നത്. ഇത് ടോപ്പ് എൻഡാണ് 3.7 kWh വരുന്ന Z. ഇതിൻ്റെ തന്നെ കുറച്ച് ബാറ്ററി കുറഞ്ഞിട്ടുള്ള Z ഉണ്ട്, അതായത് 2.9 kW. അപ്പോൾ ഇതും തമ്മിൽ വേറെ വ്യത്യാസമൊന്നുമില്ല, ബാറ്ററിയുടെ സൈസിലെ വ്യത്യാസമുള്ളൂ. പിന്നെ ബേസ് മോഡൽ എന്ന് പറയുന്ന വാഹനത്തിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും ഇതുപോലത്തെ ഡിസ്പ്ലേ ഒന്നും ആയിരിക്കില്ല. അതിൽ നമ്മൾ ട്രൂ വ്യൂ ഡിസ്പ്ലേ എന്ന് എന്തൊക്കെയാണ് ഇതിൽ പറയാം. അതിൽ നമുക്ക് ഇങ്ങനത്തെ ഗൂഗിൾ മാപ്സ് ഒന്നും കിട്ടില്ല, ടേൺ ബൈ ടേൺ നാവിഗേഷൻ കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അതൊക്കെയാണ് അതിലുള്ള ഡിഫറൻസസ്. അപ്പോൾ റേഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു വാഹനം ടോപ്പ് എൻഡ് വരുന്ന വാഹനത്തിൻ്റെ IDC സർട്ടിഫൈഡ് റേഞ്ച് എന്ന് പറയുന്നത് 159 കിലോമീറ്ററാണ്. ഇതുവരെ ഇറക്കിയ വാഹനങ്ങളിൽ വെച്ച് ഏറ്റവും റേഞ്ച് കൂടിയ വാഹനമാണ് എയ്തർ റിസ്റ്റയുടെ Z വേരിയൻറ്റ്. 3.7 kWh ലിഥിയം അയൺ ബാറ്ററി പാക്ക് വരുന്ന വാഹനം. 159 കിലോമീറ്ററിൽ അവർ പറയുന്ന റിയൽ ലൈഫ് എന്ന് പറയുന്നത് 125 കിലോമീറ്ററാണ്. സ്മാർട്ട് എക്കോ മോഡിൽ, സിപ്പ് മോഡിൽ 105 കിലോമീറ്ററാണ്. അപ്പോൾ ആയതുകൊണ്ട് നമുക്കറിയാം അവർ പറയുന്ന റേഞ്ച്, റിയൽ ലൈഫ് റേഞ്ച് ഏറെക്കുറെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്ക് സ്മാർട്ട് എക്കോയിൽ 125 പറഞ്ഞാൽ നല്ല റോഡ് കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെയാണ്, നമ്മൾ നല്ലൊരു റൈഡർ ആണെങ്കിൽ എന്തായാലും 125+ കിട്ടേണ്ടതാണ്. മേ ബി 130, 140 ഒക്കെ കിട്ടുമായിരിക്കാം, ഡിപ്പെൻഡിങ് ഓൺ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, എത്ര പേര് ഇരിക്കുന്നു എന്നൊക്കെ ഉള്ളതിനനുസരിച്ചിട്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു റേഞ്ച്. ഇനി പവറിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സിഗ്നിഫിക്കൻ്റ്ലി ഇതൊരു ഞാൻ പറഞ്ഞ ഫാമിലി സ്കൂട്ടർ ആയതുകൊണ്ട് തന്നെ പവറിൽ കുറച്ചിട്ടുണ്ട്. അതായത് 4.3 kW ഇതിൻ്റെ പീക്ക് പവർ. കമ്പയർഡ് ടു നമ്മൾ ഏത് 450X എടുക്കുകയാണെങ്കിൽ ഏകദേശം 6 kW അല്ലെങ്കിൽ 6.4 kW. അപ്പോൾ പവർ കുറച്ച് ഡിഫറൻസ് വരുത്തിയിട്ടുണ്ട്, കുറച്ചിട്ടുണ്ട്. പിന്നെ ടോപ്പ് സ്പീഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ 80 km/h നമുക്ക് ആവശ്യത്തിൽ കൂടുതലുള്ള സ്പീഡാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പെർഫോമൻസ് ഞാൻ ഓടിച്ചിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐതറിൻ്റെ ഒരു ഇനീഷ്യൽ ആക്സിലറേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. മറ്റേ ഇതിന് മുമ്പുള്ള വാഹനങ്ങളുടെ അത്ര ഇല്ല എങ്കിൽ പോലും ഒരു 5 സെക്കൻഡിനുള്ളിൽ തന്നെ 0 to 44 വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് കയറുമ്പോഴത്തേക്ക് അത്യാവശ്യം ആക്സിലറേഷൻ നമുക്കിങ്ങനെ കിട്ടിയിട്ട് പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ്. പയ്യെ വണ്ടി 50, 60, 70 ഇങ്ങനെ കയറി വരും. അതൊരു ഫാമിലി ഓറിയൻറ്റഡ് വാഹനം ആയതുകൊണ്ടാണ്. ഒരിക്കലും ഒരു സ്പോർട്ടി പെർഫോമൻസ് ഓറിയൻറ്റഡ് വാഹനമല്ല. അപ്പോൾ അതാണ് ഈ ഒരു വാഹനത്തിൻ്റെ സ്പീഡും അതുപോലെ തന്നെ പവറും കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ ഒരു ചാർജിങ് ടൈം എന്ന് പറയുകയാണെങ്കിൽ ടോപ്പ് എൻഡിന് നമുക്ക് 4 hours 30 minutes 750 വാട്ടിൻ്റെ ചാർജർ കിട്ടും. ഡുവോ ചാർജർ, മറ്റേ തൂക്കിയിടാൻ പറ്റുന്ന ചാർജറൊക്കെ ആയിട്ടുള്ളത്. അതായത് നമുക്ക് അതിൽ നിന്ന് തന്നെ റിമൂവ് ചെയ്തെടുക്കാം, അതിനൊരു ഹോൾഡറൊക്കെ ഉണ്ടായാലും തൂക്കിയിടാം. ഇപ്പോൾ 4 hours 30 minutes എന്ന് പറയുമ്പോൾ നല്ലൊരു ടൈമാണ്. അതുകൂടാതെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുണ്ട്. 2500ഓളം ഗ്രിഡുകൾ ഓവറോൾ ഇന്ത്യയിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ജില്ലകളിലേക്ക് നമ്മൾ വേറെ ജില്ലകളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഫാസ്റ്റ് ചാർജിങ്ങും ചെയ്യാൻ സാധിക്കും. അതാണ് അതിൻ്റെ ഒരു ചാർജിങ് ടൈം കാര്യങ്ങൾ. ഇനി ഇതിന് താഴേക്കുള്ള 2 വേരിയൻറ്റ്, അതായത് 2.9 വരുന്ന Z വേരിയൻറ്റ്, S വേരിയൻ്റ് ആണെങ്കിലും ചാർജിങ് ടൈം എന്ന് പറയുന്നത് 5.25 മണിക്കൂറാണ്, പഴയ വാഹനത്തിൽ ഉണ്ടായിരുന്നതൊക്കെ പോലെ തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു റേഞ്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ പവർ സ്പെക്സ് കാര്യങ്ങളൊക്കെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് അതും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഈ പവർ മതിയോ, ഈ സ്പീഡ് മതിയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും സ്ഥിരം ചോദിക്കുന്നൊരു ചോദ്യം, എത്ര യൂണിറ്റ് കറണ്ട് വേണ്ടി വരും എന്നുള്ളത്. അപ്പോൾ 3.7 kW ബാറ്ററി പാക്ക് വരുന്നെങ്കിൽ ഒരു ഫുൾ ചാർജ്, അതായത് 0 to 100 3.7 യൂണിറ്റ്. നമുക്ക് വേണമെങ്കിൽ റഫ്ലി കണക്ക് കൂട്ടാനായിട്ട് മാക്സിമം ഒരു 4 ആയിട്ടിട്ട് കൂട്ടാം. അപ്പോൾ ഒരു ഫുൾ ചാർജിനൊരു 4 യൂണിറ്റ്. അതല്ല 2.9 ആണെങ്കിൽ ഒരു ഫുൾ ചാർജിന് 3 യൂണിറ്റ്. ബാക്കി ഒരു യൂണിറ്റിന് എത്ര വരുന്നു എന്നുള്ളത് നിങ്ങളുടെ സ്ലാബ് റേറ്റ് കാര്യങ്ങളൊക്കെ അനുസരിച്ചിരിക്കും. സോളാറൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ വലിയ കാര്യമായിട്ടുള്ള ചിലവ് വരില്ല. അല്ലാത്തവരാണെങ്കിൽ പോലും ഈ പറയുന്ന പോലെ ഒരു യൂണിറ്റിന് 3 രൂപ, 4 രൂപ, 5 രൂപ, ഏറ്റവും കൂടി പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് 8. പിന്നെ കൊമേഴ്ഷ്യലേക്കൊക്കെ പോകുമ്പോഴാണ് അതിലും കൂടുതൽ വരാം. എന്നാലും ഒരു ഫുൾ ചാർജിന് മേ ബി ഒരു 24, ഒരു 30, 40 രൂപ, 50 രൂപയ്ക്കൊക്കെ താഴെ എന്തായാലും നമുക്ക് വരുള്ളൂ. അത്രയും തന്നെ വരാനുള്ള സാധ്യതകളില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ചാർജിങ്. പിന്നെ ചാർജർ വരുന്നതെന്ന് വെച്ചാൽ 5 ആമ്പിയർ പ്ലഗ്ഗാണ്. നമുക്ക് ഏതൊരു പ്ലഗിൽ വേണമെങ്കിലും കുത്തിയിട്ട് വണ്ടി ചാർജ് ചെയ്യാൻ സാധിക്കും. അതിലൊന്നും യാതൊരു പ്രശ്നമില്ല. ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരൊക്കെ ആണെങ്കിൽ നമുക്കൊരു എക്സ്റ്റൻഷൻ ബോർഡ് യൂസ് ചെയ്യാം, പ്രൊവൈഡഡ് നല്ല ഗേജും ക്വാളിറ്റിയൊക്കെ ഉള്ള ഒരു എക്സ്റ്റൻഷൻ ബോർഡ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്യൂസൊക്കെ ഉള്ള എക്സ്റ്റൻഷൻ ബോർഡ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതൊക്കെയാണ് അതിൻ്റെ ഒരു ചാർജിങ് കാര്യങ്ങളിലൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് ഏതർ റിസ്റ്റയുടെ ഫീച്ചേഴ്സ് നോക്കാം. ഒരുപാട് ഫീച്ചേഴ്സായിട്ട് ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ളൊരു വാഹനമാണ് ഏതർ റിസ്റ്റ. മിസ്സിങ് ആയിട്ടുള്ളത് ബേസിക്കലി ക്രൂയിസ് കൺട്രോൾ മാത്രമാണ്. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതായിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. വളരെ ഹാൻഡി ആയിട്ട് നമുക്കുള്ള ഫീച്ചർ ഞാൻ പറഞ്ഞ പോലെ സ്കിഡ് കൺട്രോൾ വരുന്നുണ്ട്. ട്രാക്ഷൻ, വണ്ടി സ്കിഡ് ആവില്ല. ഒരു ഇലക്ട്രിക് വാഹനത്തിന് വേണ്ട റിവേഴ്സ് മോഡ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. ഗൂഗിൾ മാപ്സ് നാവിഗേഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്കത് യൂസ് ചെയ്തുകൊണ്ട് പല ലൊക്കേഷനുകളിൽ നാവിഗേറ്റ് ചെയ്യാം. ഡിസ്പ്ലേയിൽ തന്നെ കാണാൻ സാധിക്കും. നമ്മുടെ ഫോണിൽ നിന്ന് നമുക്ക് ലൊക്കേഷൻ വണ്ടിയിലേക്ക് പുഷ് ചെയ്യാം. ഇതുകൂടാതെ നമ്മുടെ വണ്ടിയുടെ ലൊക്കേഷൻ നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. എവിടെയാണ് കറക്റ്റ് വണ്ടി ഇരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ സാധിക്കും. അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മാജിക് ട്വിസ്റ്റ്, നമുക്ക് ബ്രേക്കിങ്ങിനായിട്ട് കുറച്ച് ബ്രേക്ക് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഈ ഒരു
ത്രോട്ടിൽ ഫ്രണ്ടിലേക്ക് ട്വിസ്റ്റ് ചെയ്താൽ മതി. ഓട്ടോ ഹോൾഡ് വരുന്നുണ്ട്. കയറ്റത്തിലാണെങ്കിലും ഇറക്കത്തിലാണെങ്കിലും വാഹനം മുമ്പോട്ടാണെങ്കിലും പുറകോട്ടാണെങ്കിലും ഇറങ്ങാതെ നിന്നോളും. പിന്നെ ഒരുവിധം എല്ലാം നമുക്ക് ഇവിടെ തന്നെ ഓണാക്കാനും ഓഫാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞു ട്വിസ്റ്റ്, ഞാൻ പറഞ്ഞു കോസ്റ്റിംഗ് റീജൻ, വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആക്സിലറേറ്ററിൽ നിന്ന് കൈയെടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി റീജൻ വർക്ക് ചെയ്യും. ഓട്ടോ ഹോൾഡ്, സ്കിഡ് കൺട്രോൾ, ഓട്ടോ ഇൻഡിക്കേറ്റർ, ഗൈഡ് മീ ഹോം ലൈറ്റ്, ഒപ്റ്റിമൈസ്ഡ് ചാർജിങ്, ഫോൾ സേഫ് എന്ന് പറഞ്ഞാൽ വണ്ടി വീഴുമ്പോൾ തന്നെ മോട്ടോർ ഓഫ് ആയിക്കോളും. അപ്പോൾ നമ്മൾ ആക്സിലറേറ്റർ പിടിച്ചെടുത്താലും നമ്മൾ സേഫ് ആയിരിക്കും. പിന്നെ നമ്മൾ ബ്രേക്ക് എമർജൻസി ആയിട്ട് പെട്ടെന്ന് സഡൻ ബ്രേക്ക് പിടിക്കുമ്പോൾ നമ്മുടെ ബാക്കിലെ ലൈറ്റ് ഇങ്ങനെ മിന്നും, അതായത് പുറകിൽ വരുന്ന ആൾക്ക് മനസ്സിലാകും എന്നുള്ളൊരു അർത്ഥത്തിലാണ്. അങ്ങനെ ആവശ്യമില്ലാത്തതായിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ആവശ്യമില്ലാത്തത് മേ ബി ഇൻ ദ സെൻസ് ഞാൻ പറഞ്ഞത് അലക്സ സപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ ആരെ യൂസ് ചെയ്യണമെന്നുള്ള എനിക്ക് അറിയാൻ പാടില്ല. പിന്നെ വാട്സാപ്പ് നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫീച്ചേഴ്സിനെ പറ്റി പറഞ്ഞ് തളർന്നു. കാരണം അത്രയും ഫീച്ചേഴ്സ് ഉണ്ട്. മിസ്സിംഗ് ആയിട്ട് തോന്നിയത് ക്രൂയിസ് കൺട്രോൾ മാത്രമാണ്. ക്രൂയിസ് കൺട്രോൾ കൂടെ അവർക്ക് ഈ ഒരു വാഹനത്തിൽ കൊടുക്കാമായിരുന്നു. പിന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ വാറണ്ടിയിലേക്ക് വരാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വാഹനത്തിൻ്റെ വാറണ്ടി എന്ന് പറയുമ്പോൾ 2 വാറണ്ടിയാണ് നമുക്ക് വരുന്നത്. ബാറ്ററിക്ക് ഒരു വാറണ്ടി, വെഹിക്കിളിനൊരു വാറണ്ടി. ബാറ്ററിയുടെ വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫോൾട്ടായിട്ട് 3 കൊല്ലം അല്ലെങ്കിൽ 30,000 കിലോമീറ്റർ ആണ്. പ്രോ പാക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊരു 5 കൊല്ലം അല്ലെങ്കിൽ 60,000 കിലോമീറ്റർ ആവും. അപ്പോൾ നമുക്കൊരു വർഷം ഒരു 12,000 വെച്ച് ഓടിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ, അതായത് ഒരു മാസം 1000 വെച്ച് ഓടിക്കുന്ന ആളൊക്കെ ആണെങ്കിൽ 5 കൊല്ലം സുഖമായിട്ട് ബാറ്ററിനെ കുറിച്ച് ടെൻഷൻ അടിക്കാതെ നമുക്ക് കൊണ്ടു നടക്കാം. പിന്നെ വെഹിക്കിൾ വാറണ്ടി എന്ന് പറയുമ്പോൾ അതിനകത്ത് വാഹനം മൊത്തത്തിൽ എന്തായാലും കവർ ചെയ്യില്ല. മെയിനായിട്ട് വരുന്നത് ഇലക്ട്രിക്കൽസാണ്. അതായത് ഈ വാഹനത്തിൽ വരുന്ന മോട്ടർ, കൺട്രോളർ, അതിൻ്റെ DC കൺവേർട്ടർ, ഈ ഒരു ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ, ബാക്കി ഇലക്ട്രിക്കൽ സാധനങ്ങൾ എന്തൊക്കെയുണ്ടോ ഇതിനെല്ലാം 3 വർഷം 30,000 കിലോമീറ്റർ മാത്രമേ ഇതൊരു വാറണ്ടി കൊടുക്കുന്നുള്ളൂ എന്നുള്ള വാക്ക് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞാണ്. കാരണം നമ്മൾ കോമ്പറ്റീഷൻ നോക്കിക്കഴിഞ്ഞാൽ ബാക്കി ബ്രാൻഡുകളെല്ലാം ഇതിലും കൂടുതൽ വാറണ്ടി കൊടുക്കുന്നുണ്ട് പാർട്സിന്. ഏതൊരു ബാറ്ററിക്ക് 5 വർഷം 60,000 ഉള്ളത് പലരുടെയും വിചാരം വാഹനത്തിന് മൊത്തത്തിലുണ്ട് എന്നാണ്. പക്ഷേ അങ്ങനെയല്ല. പാർട്സ്, ഇലക്ട്രിക്കൽ പാർട്സിന് മാത്രമാണ് 3 വർഷം 30,000. ബാറ്ററിക്ക് പ്രോ പാക്ക് ഉണ്ടെങ്കിൽ 5 വർഷം 60,000. അത് എടുക്കുന്നില്ലെങ്കിൽ 3 വർഷം 30,000 കിട്ടുള്ളൂ. അപ്പോൾ ഏതാണ് ആദ്യം വരുന്നത്? 3 കൊല്ലത്തിനുള്ളിൽ 30,000 ആയില്ല എങ്കിൽ 3 കൊല്ലം, അതല്ല 3 കൊല്ലത്തിനുള്ളിൽ തന്നെ 30,000. ഇപ്പോൾ ആദ്യത്തെ കൊല്ലം തന്നെ 30,000 ഓടിച്ചാൽ വെഹിക്കിൾ വാറണ്ടി കഴിഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വെഹിക്കിൾ വാറണ്ടി കഴിഞ്ഞ് നമുക്ക് എന്ത് കംപ്ലയിൻറ്റ് വന്നാലും സ്വാഭാവികമായിട്ട് നമ്മുടെ ഇന്ന് കാശിറങ്ങും. അത് എന്തൊരു സാധനമാണെങ്കിൽ പോലും. ഏതറിൻ്റെ നമുക്ക് ജനറലി അറിയാം സ്പെയർ പാർട്സ് റേറ്റ് കൂടുതലാണ്, കുറച്ച് ചിലതിൻ്റെയൊക്കെ കുറച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഇതാണ് ഈ ഒരു വാഹനത്തിന് വാറണ്ടി. അപ്പോൾ എല്ലാവരും വാഹനം എടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. വാറണ്ടി കഴിഞ്ഞതിന് ശേഷം കൺട്രോളർ കംപ്ലയിൻറ്റ് വന്ന ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ വാറണ്ടി. പിന്നെ ബെൽറ്റിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീഫോൾട്ടായിട്ട് കമ്പനി പറയുന്നത് പുതിയ ബെൽറ്റ് വണ്ടി വാങ്ങുമ്പോൾ വരുന്നതിന് 20,000 കിലോമീറ്റർ, അതല്ല അത് മാറ്റി അടുത്തൊരു ബെൽറ്റ് ഇട്ടാൽ 10,000 കിലോമീറ്റർ. അപ്പോൾ അതൊക്കെയാണ് വാറണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇതിൻ്റെ പ്രൈസിങ് ഒക്കെയാണ്. ഇനി ഏതർ റിസ്റ്റയുടെ പ്രൈസിങ് എല്ലാവർക്കും അറിയേണ്ട പ്രധാന കാര്യം. ഞാൻ പറഞ്ഞു 3 വേരിയൻറ്റുകളുണ്ട്. ബേസ് മോഡലായിട്ടുള്ള എസ്സിന് നമുക്ക് ഓൺ റോഡ്, നമുക്ക് എക്സ്ഷോറൂം പറയണ ഒരു കാര്യമില്ല. എക്സ്ഷോറൂം പറഞ്ഞ ആളുകളെ പറ്റിക്കുന്ന ഒരു പരിപാടിയില്ല. ഓൺ റോഡ് ബേസ് മോഡലിൽ വരുന്നത് 1,40,000 രൂപയാണ് ആക്സസറീസ് ഇല്ലാതെ. അതായത് ഈ സൈഡിലെ ഈ ഒരു ഫുഡ് റെസ്റ്റ് ഉണ്ടാവില്ല, ഈ ഒരു കാര്യങ്ങളുണ്ടാവില്ല, മാറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ആ ഒരു വാഹനത്തിൽ ഉണ്ടാവില്ല. 1,40,000 രൂപ. അതിന് നമുക്ക് ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞില്ലേ 2.9 കിലോ വാട്ടാണ് ബാറ്ററി ബാക്കപ്പ്. ഒരു റിയൽ ലൈഫ് ഒരു 85-90 ഒക്കെ റേഞ്ച് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുമായിരിക്കും. പിന്നെ അതിലും കുറച്ചുകൂടെ വാല്യൂ ഫോർ മണി അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുന്നത് ഒരു 17,000 രൂപയോളം കൂടിയിട്ടുള്ള 1,58,000 രൂപയ്ക്ക് വന്ന മിഡ് മോഡൽ, അതായത് 2.9 കിലോ വാട്ട് അവർ ബാറ്ററി ബാക്ക് വരുന്ന ഏതർ റിസ്റ്റ Z. അതിലാവുമ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ഈ സ്ക്രീനും കാര്യങ്ങൾ സകലമാന കാര്യങ്ങളും നമുക്ക് അതിനകത്ത് വരുന്നുണ്ട്. ഗൂഗിൾ മാപ്പ്, നാവിഗേഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ ഒരു ബാക്ക് റെസ്റ്റൊക്കെ ഡീഫോൾട്ടായിട്ട് വരുന്നുണ്ട്. അതാണ് 1,58,000 ആക്സസറീസ് ഇല്ലാതെ. ആക്സസറീസ് എല്ലാം അത്യാവശ്യം കുറച്ച് എക്സ്പെൻസീവാണ്. ഈ ഒരു വാഹനം അതായത് ടോപ്പ് മോഡലിന് നമുക്ക് ഓൺ റോഡ് വരുന്നത് 1,85,000 രൂപകളാണ് വരുന്നത്. എക്സ്പെൻസീവാണ്. പലരും മറ്റ് കോമ്പറ്റീറ്റേഴ്സ് വെച്ച് നോക്കുമ്പോഴത്തേക്കും എക്സ്പെൻസീവാണ്. എങ്കിൽ പോലും അതിൻ്റേതായ രീതിയിലുള്ള ക്വാളിറ്റി കാര്യങ്ങൾ ഏതർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലുള്ള ഫീച്ചറുകളൊക്കെ ഉണ്ട്. പിന്നെ നമുക്കറിയാലോ സർവീസിലേക്ക് നമുക്ക് വരുമ്പോൾ അറിയാം ഏതറിന് പ്രോപ്പറായിട്ട് ഡീലർഷിപ്പുകളുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ 5,000 കിലോമീറ്ററിലും നമുക്ക് സർവീസ് വരും. കമ്പൽസറി ആയിട്ടുള്ള സർവീസാണ്. ചെയ്തില്ല എങ്കിൽ വാറണ്ടി വോയിഡ് ആവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ
അതാണ് സർവീസ് റിലേറ്റഡ് പറയാനുള്ളത്. ജനറൽ സർവീസിന് ഏകദേശം 770 രൂപയാണ് വരിക. അതിൽ ഈ പറയുന്ന പോലെ ബാറ്ററി ഹെൽത്ത് ചെക്കപ്പ് ഉണ്ടാവും, ബ്രേക്ക് പാഡ് അല്ലെങ്കിൽ ബെൽറ്റ് ടെൻഷൻ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വരാം. അത് അല്ലാതെ ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് അത്യാവശ്യം കാശ് വരും. പിന്നെ സർവീസിന് സ്പെയർ പാർട്സിനെ പറ്റി പറഞ്ഞുകൊണ്ട് പുതിയൊരു കാര്യം, ഒരു ഹാപ്പി ന്യൂസ് ഞാൻ പറയാം. ഞാൻ കഴിഞ്ഞ മാസം എൻ്റെ ബെൽറ്റ് പൊട്ടിയപ്പോൾ ഏകദേശം 3600 രൂപ കൊടുത്തിട്ടാണ് റീപ്ലേസ് ചെയ്തത്. ഇപ്പോൾ ബെൽറ്റിൻ്റെ കോസ്റ്റ് കുറച്ചിട്ടുണ്ട്. ബെൽറ്റ് ലേബറും എല്ലാം അടക്കം 2030 രൂപ വരുന്നുള്ളൂ. നേരെ പകുതിയാക്കിയിട്ടുണ്ട് വില. അതൊരു നല്ല കാര്യമാണ്. അതുപോലെ തന്നെ ബ്രേക്ക് പാഡിൻ്റെയൊക്കെ റേറ്റ് കമ്പനി കുറച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ വാറണ്ടി ഉള്ളിടത്തോളം കാലം ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ തന്നെ കൊടുത്ത് അവരുടെ ബ്രേക്ക് പാഡ് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി ഏതർ റിസ്റ്റയുടെ ആക്സസറീസ് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. ഇപ്പോൾ ബേസ് മോഡൽ വാഹനമാണെങ്കിൽ ഈ ഒരു സംഭവം ആക്സസറി ആയിട്ട് വരാൻ സാധ്യത ഉണ്ട്, വരും എന്നാണ് പറഞ്ഞത്. അതിൻ്റെ കൂടുതൽ ക്ലാരിഫിക്കേഷൻസ് വന്നിട്ടില്ല. പിന്നെ നമുക്ക് ഫ്രങ്ക് വരും. ഇവിടെ ആയിട്ട് വൈൽഡ് ക്രാഫ്റ്റിൻ്റെ ഒരു സ്റ്റോറേജ് ബാഗ്, അതിൽ ഏകദേശം 22 ലിറ്റർ സ്റ്റോറേജ് നമുക്ക് കിട്ടും. പിന്നെ നേരത്തെ നമ്മൾ കാണിച്ച ഈ ഒരു ഓർഗനൈസർ നമുക്ക് ആക്സസറി ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ TPMS നമ്മുടെ വാഹനത്തിൽ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം. അപ്പോൾ നമുക്ക് ടയറിൽ എത്രയാണ് പ്രഷർ, കാര്യങ്ങൾ എല്ലാം നമുക്ക് അറിയാൻ സാധിക്കും. അതൊക്കെയാണ് ഉള്ളത്. പിന്നെ സൈഡ് ഫുഡ് റെസ്റ്റ്, നമുക്ക് ലേഡീസിനൊക്കെ ആയിട്ടാണെങ്കിലും വൺ സൈഡ് ഇരിക്കാൻ പറ്റുന്ന ഫുഡ് റെസ്റ്റ് കാര്യങ്ങൾ. പിന്നെ ഇതിനൊരു ഗാർഡ്, ഒരു എന്താ പറയുക, സ്റ്റീൽ ഗാർഡ് കാര്യങ്ങളൊക്കെ വരും എന്നാണ് അറിഞ്ഞത്. പിന്നെ ഇത് കൂടാതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ അല്ല, എക്സ്ട്രാ ആക്സസറി ആയിട്ട് 2 ഹെൽമെറ്റുകളും വരാൻ സാധ്യതയുണ്ട്. അതായത് ഒരെണ്ണം ഈതർ ഹാലോ 10-14,000 രൂപയോളം വരുന്ന ഹർമൻ കാർഡോൻ്റെ ഓഡിയോ സെറ്റൊക്കെ ഉള്ള ഹെൽമെറ്റാണ്. നമുക്ക് പാട്ട് കാര്യങ്ങളൊക്കെ കേൾക്കാം, കോളൊക്കെ എടുക്കാൻ പറ്റുന്ന ഹെൽമെറ്റ്. പിന്നെ അതിൻ്റെ തന്നെ ഒരു ചെറുത് ഹാലോ ബിറ്റ് എന്നാണ് അതിൻ്റെ പേര്. അതാകുമ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന ആൾ ഹാലോ ആണ് വെച്ചിരിക്കുന്നത്, ബാക്കിലിരിക്കുന്ന ആൾ ഹാലോ ബിറ്റാണ് വെച്ചിരിക്കുന്നതെങ്കിൽ നോയ്സി ആയിട്ടുള്ള കണ്ടീഷനാണെങ്കിൽ രണ്ടുപേർക്കും നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. ബട്ട് എന്നിരുന്നാലും ഞാൻ പ്രത്യേകം പറയുന്നു, വണ്ടി ഓടിക്കുന്ന ടൈമിൽ പാട്ട് കേൾക്കുക, ഫോണിൽ സംസാരിക്കുക, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഒഴിവാക്കുക. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ആക്സസറീസ്. ബിലീവ് മീ, ആക്സസറീസ് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. ഏതറിൻ്റെ ആയതുകൊണ്ട് തന്നെ ടയർ ഇൻഫ്ലേറ്റർ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ പ്രത്യേകം പറയാൻ വിട്ടുപോയി, ഏതറിൻ്റെ തന്നെ ടയർ ഇൻഫ്ലേറ്റർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു ചെറിയൊരു കെയർ കിറ്റ് പോലൊരു സംഭവം വരുന്നുണ്ട്. അതായത് വാഹനത്തിൽ പോളിഷ് ചെയ്യാനുള്ള വാക്സ്, അതുപോലെ തന്നെ അതിൻ്റെ ഷാംപൂ കാര്യങ്ങളൊക്കെ ആയിട്ട് അതും നമുക്ക് ആക്സസറി ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാനാണെങ്കിൽ നിങ്ങൾക്ക് സർവീസ് സെൻറ്ററല്ല ഷോറൂം വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈതറിൻ്റെ വെബ്സൈറ്റിലൂടെ നമുക്ക് പർച്ചേസ് ചെയ്യാനൊക്കെ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതിനകത്ത് മൊബൈൽ ആപ്പിലും ഇതിൻ്റെ സകലമായ ഡീറ്റെയിലുകളും കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈതർ റിസ്റ്റ ഓടിച്ചിട്ടുള്ള എൻ്റെ ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്യാം. ആക്ച്വലി നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനത്തിന് കുറച്ചുകൂടെ ഡൈമെൻഷൻ, ഞാൻ നേരത്തെ പറഞ്ഞു ഡൈമെൻഷൻ്റെ കാര്യം പറഞ്ഞു, വെയിറ്റ് കുറച്ച് കൂടിയിട്ടുണ്ട്. കാരണം ഈ പറയുന്ന പോലെ പഴയ വാഹനത്തിൻ്റെ അത്രയും സ്ലീക്കല്ല, കുറച്ചുകൂടെ വീതിയുണ്ട്, കുറച്ചുകൂടെ നീട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വെയിറ്റ് ഏകദേശം ഒരു 130 കിലോയ്ക്ക് മേലെ വരുന്നുണ്ട്. അത് നമ്മൾ വെറുതെ ഇരിക്കുന്ന ടൈമിലാണെങ്കിലും അറിയുന്നില്ല, കാരണം അത്യാവശ്യം ലോയാണ്. കാല് കണ്ടില്ലേ, നല്ല സുഖമായിട്ട് ഫ്ലാറ്റ് ഫുട്ട് കഴിഞ്ഞിട്ട് എനിക്ക് വീണ്ടും നീ ബെൻഡായിട്ടിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഹൈറ്റ് കുറവാണ്. അതുകൊണ്ട് വലിയ കാര്യമായിട്ടുള്ള വെയിറ്റ് നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്നില്ല. ഓടിക്കുന്ന ടൈമിൽ ഒട്ടും വെയിറ്റ് തോന്നുന്നില്ല. നമ്മുടെ പഴയ ഈതർ യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് തോന്നുന്നത്. മെനൂവർ ചെയ്യാനും കുഴപ്പമില്ല, വളക്കാനും തിരിക്കാനൊക്കെ സുഖമാണ്. മിറേഴ്സ് നല്ല വിസിബിലിറ്റി തന്നെ ഉണ്ട്. അതുപോലെ തന്നെ കൺസോളുകളിലൊന്നും സ്വിച്ചിലൊന്നും കാര്യമായിട്ട് മാറ്റില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പോഴാണെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. സാധാരണ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ അല്ലെങ്കിൽ ഈതർ അല്ലെങ്കിൽ ഒരു പെട്രോൾ സ്കൂട്ടറിലൊക്കെ ഉള്ള പോലെയൊക്കെ തന്നെയാണ്. പിന്നെ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പവർ കുറച്ചിട്ടുണ്ട്. 4.3 കിലോ വാട്ടാണ് ഇതിൻ്റെ ഒരു പീക്ക് പവർ വരുന്നത്. അപ്പോൾ നമ്മൾ കൈ കൊടുത്ത ഉടനെ തന്നെ 450Xലൊന്നും പെർഫോമൻസ് നമുക്ക് കിട്ടുന്നില്ല. ആക്സിലറേഷൻ ഏകദേശം 0 to 40 ഒരു അണ്ടർ 5 സെക്കൻഡ്സ് ആണ്, ഒരു 4.5 സെക്കൻഡ്സോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ആവശ്യത്തിനുള്ളൊരു പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കിങ്ങനെ ഒരു 0 to 40 അത്യാവശ്യം തരക്കേടില്ലാത്ത കയറിയിട്ട് പിന്നെ ഒരു ഫ്ലാറ്റ് പെർഫോമൻസ് ആണ്, ഒരു 40, 50, 60. നല്ല ഒരു സ്റ്റെബിലിറ്റി നമുക്ക് പഴയ വാഹനത്തിലെ പോലെ തന്നെ നല്ല ഹാൻഡ്ലിങ് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല സ്റ്റേബിളായിട്ടുള്ള വാഹനമാണ്. പിന്നെ ബ്രേക്സ് ആണെങ്കിലും നല്ല പോലെ തന്നെ എഫിഷ്യൻ്റ് ആണ്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യങ്ങൾ ഇതിലെ ഫീച്ചേഴ്സ് ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ടിയിരുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഓട്ടത്തിൽ വളരെ യൂസ്ഫുള്ളായിട്ട് വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മാജിക് ട്വിസ്റ്റ്. ഇപ്പോൾ നമുക്ക് വണ്ടി ബ്രേക്ക് പിടിക്കേണ്ട, ട്രാഫിക്കിലൊക്കെ സ്ലോ ആക്കാനാണെങ്കിൽ ഇതിലെ ആക്സലറേറ്റർ ജസ്റ്റ് ഫ്രണ്ടിലേക്ക് തിരിച്ചാൽ നമ്മളൊരു ബ്രേക്കിന് പകരം കുറച്ച് പെട്ടെന്ന് വണ്ടി സ്ലോ ആവും. ബട്ട് റിമെമ്പർ, സഡൻ ഇൻസിഡൻസ് വരുമ്പോഴത്തേക്കും സഡൻ ബ്രേക്ക് ചെയ്യേണ്ട ടൈമിൽ നോർമൽ ബ്രേക്ക് തന്നെ യൂസ് ചെയ്യാം. മാജിക് ട്വിസ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബ്രേക്ക് പാഡിന് അത്യാവശ്യം ലൈഫ് കിട്ടും. പിന്നെ കോസ്റ്റിംഗ് റീജൺ, നമ്മുടെ വണ്ടി ഇത് ആക്സിലറേറ്ററിൽ നമ്മൾ കൈ എടുക്കുമ്പോൾ തന്നെ വണ്ടി
റീജിയനിൽ വർക്ക് ചെയ്യും. നമ്മൾ ഫോഴ്സ്ഫുള്ളി റീജിയൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, അതും വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ റിവേഴ്സ് മോഡ് വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്, സ്പെഷ്യലി ഫോർ ലേഡീസ്. നമുക്ക് ഈ പറയുന്ന പോലെ വാഹനം വളക്കാനും തിരിക്കാനൊക്കെ ആണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ ഓട്ടോ ഹോൾഡ് നിങ്ങൾക്കറിയാം, കയറ്റത്തിൽ ഇറക്കത്തിലൊക്കെ വണ്ടി നിന്ന് കഴിഞ്ഞാൽ പുറകോട്ടോ മുമ്പോട്ടോ ഇറങ്ങി പോവാതെ വണ്ടി നിന്നോളും. അപ്പോൾ അങ്ങനെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഫീച്ചറുകൾ ഈ ഒരു വാഹനത്തിലുണ്ട്. ഇതെല്ലാം നമ്മൾ ഓടിക്കുന്ന ടൈമിലാണെങ്കിലും നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. കാരണം മാജിക് ട്വിസ്റ്റാണ്. അല്ല കോസ്റ്റിംഗ് റീജിയൻ ആണെങ്കിൽ പോലും കോസ്റ്റിംഗ് റീജിയൻ നമ്മളെ റേഞ്ച് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ബാറ്ററി അത്യാവശ്യം തിരിച്ച് ചാർജ് ആയിക്കോളും. മാജിക് ട്വിസ്റ്റ് ആകുമ്പോൾ നമുക്ക് ബ്രേക്ക് പാഡ് തേയാതെ കുറേ കൂടെ ലൈഫ് കാര്യങ്ങൾ കിട്ടും. പിന്നെ അറിയാലോ സ്കിഡ് കൺട്രോൾ, അതായത് ഇപ്പോൾ ഈ പറയുന്ന പോലെ ചെളിയുണ്ട് അല്ലെങ്കിൽ മണൽ, പൂഴി മണലൊക്കെ ഉള്ള സ്ഥലത്തൂടെ നമ്മൾ വാഹനമായിട്ട് പോകുമ്പോഴാണെങ്കിൽ വാഹനം സ്കിഡാവില്ല. ട്രാക്ഷൻ കൺട്രോൾ ഈ ഒരു വാഹനത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു മിസ്സിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചർ എന്ന് തോന്നുന്നത് ഒരു ക്രൂയിസ് കൺട്രോളാണ്. അത് മേ ബി കൊടുക്കാമായിരുന്നു. ബട്ട് ഇതർ പറയുന്നത് അതൊരു സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ്. കാരണം ക്രൂയിസ് കൺട്രോളിൽ എന്തെങ്കിലും ബഗ് അടിച്ചാൽ അത് ഫേറ്റൽ ഇഞ്ചുറീസിലോട്ടൊക്കെ പോകും. അങ്ങനെ പല കമ്പനികളുടെ വാഹനത്തിലും പറ്റിയിട്ടുണ്ട്. അതിലേക്കൊക്കെ ഞാൻ പിന്നെ വരാം. അപ്പോൾ അത് ഇല്ല, അത് ഒരു മിസ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അതല്ലാതെ ബാക്കി സകലമാന ഫീച്ചറുകളും ഉണ്ട്. ഇനി ഏതർ റിസ്റ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോസ് ഞാൻ പറയാം. പ്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പ്രാക്ടിക്കാലിറ്റി. കാരണം ഈ പറയുന്ന പോലെ സ്റ്റോറേജ് ഓപ്ഷൻസ് ആണെങ്കിലും ഫ്ലോർ ബോർഡ് ആണെങ്കിലും എല്ലാം വൈഡാണ്. ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനും കാര്യങ്ങളൊക്കെ സാധിക്കും. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സേഫ്റ്റി കാര്യങ്ങൾ, ഇപ്പോൾ ഈ പറഞ്ഞത് സ്കിഡ് കൺട്രോൾ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള റൈറ്റാണ്. കാരണം ഇതിനു മുമ്പ് എൻ്റെ പഴയ ഇതർ ഞാൻ ചരലിലൂടെയൊക്കെ പോയപ്പോൾ പലപ്പോഴും പാളിയിട്ടുണ്ട്. സ്പെഷ്യലി നമ്മൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ പുറകിലിരിക്കുന്നവരുടെ സേഫ്റ്റി നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. അപ്പോൾ ആ ഒരു ഫീച്ചർ സേഫ്റ്റി വൈസ് നല്ലൊരു തോട്ടായിരുന്നു ഇതറിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. അത് എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ പ്രാക്ടിക്കാലിറ്റിയിൽ തന്നെ ഞാൻ പറഞ്ഞു, സ്റ്റോറേജ് അല്ലാതെ ഇതിൻ്റെ സീറ്റ്, നമ്മൾ വലിയ ആൾ ഇരുന്ന് കഴിഞ്ഞാൽ വീണ്ടും 2 വലിയ ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു വലിയ ആൾ 2 കുട്ടികൾക്കൊക്കെ ഇരിക്കാനുള്ള അത്രയും വലിയൊരു സീറ്റാണ്. വളരെ സുഖമായിട്ടിരിക്കാം. പിന്നെ ഒരുപാട് ഹൈറ്റൊന്നുമില്ല, കാലൊക്കെ താഴെ സുഖമായിട്ട് മുട്ടുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ ഫീച്ചർ ലോഡഡാണ്. ഞാൻ പറഞ്ഞില്ലേ, ക്രൂയിസ് കൺട്രോൾ ഒഴികെ സകലമാന ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ എന്താ പറയുക, അത്രയൊക്കെ തന്നെ പ്രോസിൽ എനിക്ക് പറയാനുള്ളൂ. ഞാനൊരു ഇതർ യൂസർ ആയതുകൊണ്ട് എനിക്ക് ഈ വാഹനത്തിലേക്ക് എടുക്കണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഞാനും വൈഫും കുട്ടിയും കൂടെയാണ് എപ്പോഴും യാത്ര ചെയ്യുക. അപ്പോൾ ഇത്രയും വലിയൊരു സീറ്റ് ഉണ്ടായിരുന്നെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരുന്നു എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് എടുക്കണോ വേണ്ടയോ അല്ലെങ്കിൽ എടുക്കാൻ താല്പര്യം തരുന്ന ഒരു കാര്യം. പിന്നെ സ്റ്റോറേജും നല്ലതാണ്. ഇനി നമുക്ക് ഇതർ റിസ്റ്റയുടെ കോൺസ് നോക്കാം. എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഞാൻ പറയാം. കോൺസിലേക്ക് ആദ്യം വരുമ്പോൾ ഡിസൈൻ, സത്യം പറയാലോ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു ഡിസൈൻ. ആ ഒരു ഡിസൈനാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇത് എടുക്കാതിരിക്കാൻ എനിക്ക് തോന്നുന്ന ഒരു റീസൺ. കാരണം ഒരു അമ്മാവന്മാർക്ക് അല്ലെങ്കിൽ ഒരു അപ്പാപ്പന്മാർക്കൊക്കെ പറ്റുന്ന ഒരു വണ്ടിയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കുറച്ച് വിൻഡി കണ്ടീഷൻസാണ്, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് പ്രായമായിട്ടുള്ളവർക്ക് പറ്റുന്ന ഒരു ഡിസൈനായിട്ടാണ് പേഴ്സണലി എനിക്കിത് തോന്നിയിട്ടുള്ളൂ. ഒരു ഐക്യൂബൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടച്ച് സ്ക്രീനില്ല, ടോപ്പ് എൻഡ് മോഡലിലും ഇല്ല. 1,85,000 കൊടുത്തിട്ട് ടച്ച് സ്ക്രീൻ ഇല്ലാത്തത് ഭയങ്കര ഒരു ചെയ്ത്തായി പോയി. അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ വെഹിക്കിൾ വാറണ്ടി യാതൊരു മാറ്റവും ഇല്ല. 3 ഇയർ 30,000 കിലോമീറ്റർ. അത്യാവശ്യം ഓട്ടോ ഉള്ളവർക്ക് 30,000 കിലോമീറ്റേഴ്സ് പോരാ. കാരണം 30,000 കിലോമീറ്റേഴ്സ് കഴിഞ്ഞിട്ട് കംപ്ലയിൻറ്റ് വന്നാൽ അത്യാവശ്യം നല്ലപോലെ കാശ് നമ്മുടെ കയ്യിൽ നിന്ന് ഇറങ്ങും. കംപ്ലയിൻറ്റ് വന്നില്ല എങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയാൻ വിട്ടു ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് വർഷം ഇതിൻ്റെ പുറകെ നടന്ന് ബഹളം വെച്ചിട്ടാണ് കവർ വന്നത്. കവർ വന്നപ്പോൾ സകലമാന സാധനം കവർ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഒരു പോസിറ്റീവ് തന്നെയാണ്. നെഗറ്റീവ് എന്ന് വെച്ചാൽ നമുക്ക് ഈ പറയുന്ന പോലെ നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യാമെന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെ ആയിരിക്കും. ബട്ട് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു പഴയ അത്ര സൗണ്ട് കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല. സൗണ്ട് അത്യാവശ്യം സപ്രസ്ഡ് ആണ്. പിന്നെ അത്യാവശ്യം ചെളിയടിക്കുന്നതൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ബെൽറ്റിനൊക്കെ ലൈഫ് കിട്ടാനുള്ള സാധ്യത. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള കാര്യങ്ങൾ. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഈ ഒരു പ്രൈസിന് നിങ്ങൾ എസ് എടുക്കോ സെഡ് എടുക്കോ, അതല്ല ഈതർ എടുക്കില്ല വേറെ ഏതെങ്കിലും ബ്രാൻഡ് എടുക്കോ, ഡിസൈൻ, ഇതിൻ്റെ സ്പെക്സ് കാര്യങ്ങൾ റിലേറ്റഡുള്ള അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബൈ.